ദൈവത്തിന് സ്തുതി. തന്റെ ജീവിതത്തിലൂടെയും വിശുദ്ധ വേദപുസ്തക താളുകളിലൂടെയും വളരെ നിശബ്ദമായി നമ്മോട് സംവദിക്കുന്ന ഒരു വ്യക്തിത്വമാണ് വിശുദ്ധ ഔസേപ്പ് പിതാവിൻ്റെത്. വിശുദ്ധ ഔസേപ്പ് പിതാവിനെ കന്യകമറിയമിനെ പോറ്റി വളർത്തിയ പുരോഹിതന്മാർ വരനായി സ്വീകരിച്ചത് അദ്ദേഹത്തിന് കൊടുത്ത ഉണക്ക കമ്പ് പൂക്കുകയും തളർക്കുകയും ചെയ്തത് കണ്ടിട്ടാണ്. നീതിമാനായിരുന്നു എന്നാണ് അദ്ദേഹത്തെ വിശുദ്ധ വേദപുസ്തകത്തിൽ സാക്ഷീകരിക്കുന്നത്. എന്നാൽ കർക്കശക്കാരനായ നീതിമാനായിരുന്നില്ല, കരുണയോട് കൂടിയുള്ള നീതിമാനായിരുന്നു. അതിനാലാണ് തന്റെ ഭാവി വധു ഗർഭിണിയാണെന്നറിഞ്ഞിട്ടും ദൈവവാക്ക് വിധേയപ്പെട്ട് അനുസരണത്തോടെ അദ്ദേഹം മറിയാമിനെ തന്റെ ഭാര്യയായി സ്വീകരിച്ചത്. പിന്നീട് മറിയാമിനെയും മകനെയും അദ്ദേഹം പൊന്നുപോലെ പോറ്റി വളർത്തുകയും മകനെ ദൈവഭക്തിയിലും അനുസരണത്തിലും വളർത്തി ലോകരക്ഷയ്ക്ക് പ്രദാനം ചെയ്ത് ദൈവീക പദ്ധതിയിൽ പങ്കാളിത്തം വഹിക്കുകയും ചെയ്തു. അദ്ദേഹത്തിന് നല്ലൊരു മരണം ദൈവം സമ്മാനിക്കുകയും ചെയ്തു. കന്യക മറിയാമിന്റെ മടിയിൽ തലചായ്ച്ച് കാൽക്കൽ യേശു വരുന്നായിരുന്നു അദ്ദേഹം ഈ ഭൂമിയോട് വിട പറഞ്ഞത്. ഇതുപോലെ തന്നെ തങ്ങൾക്ക് ലഭിക്കുന്ന കുഞ്ഞുങ്ങളെ ദൈവഭക്തിയിലും അനുസരണത്തിലും വളർത്തുവാൻ ഓരോരോ മാതാപിതാക്കളോടും ദൈവം അരുളി ചെയ്യുന്നുണ്ട്. അത് കേട്ടിട്ട് ഉണക്കക്കമ്പുകളാകുന്ന നമ്മെ പൂത്ത് തളർത്ത് ഫലങ്ങൾ പുറപ്പെടുവിക്കുവാൻ ഓരോ മാതാപിതാക്കൾക്കും സാധിക്കട്ടെ എന്നീ ക്രിസ്തുമസ് ദിനങ്ങളിൽ പ്രത്യാശിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. പ്രത്യാശ ലജ്ജിപ്പിക്കുന്നില്ല. എന്തെന്നാൽ നമുക്ക് ദാനം ചെയ്യപ്പെട്ട പരിശുദ്ധാത്മാവ് മൂലം ദൈവത്തിന്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങൾ മേൽ ചൊരിഞ്ഞിരിക്കത്രേ. റോമർ 5:5.